കേരളത്തിൽ ഈ ഭീകരപ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരായവരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും മലയാളികൾക്ക് സംശയമുണ്ട്. പക്ഷേ പുതുതായി അധികാരം ഏറ്റെടുത്ത കേന്ദ്ര സർക്കാർ NSGയുടെ പുതിയ 3 യൂണിറ്റുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന് കേരളത്തിലാണെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ? അല്ല, അതിൻ്റെ വാസ്തവത്തിലേക്ക് കടക്കും മുമ്പ് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, NSG എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഇന്ത്യയുടെ ഒരു എലീറ്റ് സേനാ വിഭാഗമാണ്, കമാൻഡോസാണ്. അത് കമാൻഡോസ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലും കരയിലും വെള്ളത്തിലും പോലെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആക്രമണം നടത്താൻ കഴിവുള്ള ഒരു സേനയാണ്. അവരുടെ ലക്ഷ്യം ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ മോട്ടോ. മുൻകാലങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ സുരക്ഷയും NSGയുടെ അധികാരത്തിൽ വരുന്നതായിരുന്നു. പിന്നീടാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സേനാ വിഭാഗം രൂപീകരിച്ച് പ്രധാനമന്ത്രിമാർക്ക് മാത്രം, മുൻ പ്രധാനമന്ത്രിമാർക്കില്ല, നിലവിൽ പ്രധാനമന്ത്രിയാണോ ആരാണോ ആ പ്രധാനമന്ത്രിമാർക്ക് മാത്രം സംരക്ഷണം നൽകുന്ന സേനയാണ് SPG. NSG അതിൽ നിന്ന് ഒഴിവാക്കി. NSG ഇപ്പോൾ ചില ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ, വലിയ പദവി വഹിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. കൂടാതെ തീവ്രവാദ വിരുദ്ധ പോരാട്ടമാണ് NSGയുടെ പ്രധാന കർത്തവ്യം. നമ്മളറിയാം, ബോംബെ ആക്രമണം, താജ് ഹോട്ടലിലേക്കുള്ള ആക്രമണമൊക്കെ നടക്കുമ്പോഴത്തേക്ക് NSGയാണ് കമാൻഡോസ് വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നതൊക്കെ. അത് ലൈവായിട്ട് കാണിച്ച് പാകിസ്ഥാന് സഹായകരമായി പോയി. അത് കണ്ടിട്ട് ഭീകരർക്ക് പാകിസ്ഥാനിൽ നിന്ന് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക, വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അധമമായ ഒരു സംസ്കാരം കൂടിയായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അത് വിടട്ടെ. അപ്പോൾ അതാണ് NSG. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും എലീറ്റായിട്ടുള്ള, ഏറ്റവും ലീത്തലായിട്ടുള്ള, ഏറ്റവും മാരകമായ ഇന്ത്യയുടെ ഒരു സേനാ വിഭാഗമാണ് മാർക്കോ എന്ന് പറയുന്ന മറൈൻ കമാൻഡോസിനെ പോലെ തന്നെ NSG. ഇതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ അറിയാമല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട സേനയാണ്. അതിൻ്റെ ഒരു യൂണിറ്റാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ എത്ര പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായി കേരളം മാറി എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിനൊപ്പം വീണ്ടും ഒരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് പത്താൻകോട്ടിലാണ്. പത്താൻകോട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചാബിലാണ്, അമൃത്സറിനടുത്ത്. പഞ്ചാബിൽ നിന്ന്, പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രമേ പത്താൻകോട്ടിലേക്ക് ദൂരമുള്ളൂ. അവിടെ നിന്നാണ് നമ്മുടെ വ്യോമസേനാ താവളത്തിലേക്ക് പാകിസ്ഥാൻ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരരുടെ ആക്രമണം നടക്കുകയും 5 ജവാന്മാരുൾപ്പെടെ 8 പേർ മരിക്കുകയും ചെയ്തു. പത്താൻകോട്ട് ഭീകരാക്രമണം നമ്മുടെ വ്യോമസേനാ കേന്ദ്രത്തിനെ ആക്രമിച്ചു. വ്യോമസേനാ കേന്ദ്രം ആക്രമിക്കപ്പെട്ട സ്ഥലത്താണ് NSGയുടെ ഒരു യൂണിറ്റ്. മറ്റൊന്ന് പുതുതായി തുടങ്ങുന്ന അയോധ്യയിലാണ്. രാമക്ഷേത്രം, ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം തകർത്ത് ഉണ്ടാക്കിയ പള്ളി തകർത്ത് വീണ്ടും ഉണ്ടാക്കിയ ക്ഷേത്രം എന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഭീകരരുടെ ഒരു ടാർഗറ്റാണ് അയോധ്യ. അതുകൊണ്ട് അയോധ്യയ്ക്ക് സമീപം ഒരു NSGയുടെ യൂണിറ്റ് വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഒന്ന് പാക് അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അവിടെ വ്യോമസേന താവളം വരെ ആക്രമിക്കപ്പെട്ടു. 2 അയോധ്യ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ 2 ആരംഭിച്ചതിനൊപ്പം കേരളത്തിലും ആരംഭിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ പ്രധാനമായ സ്ഥലത്തിനൊപ്പം. എക്സാക്ട്ലി, അതാണ് പോയിന്റ്. NSG യൂണിറ്റ് തുടങ്ങി എന്നതല്ല, എവിടെ തുടങ്ങിയതിൻ്റെ കൂടെയാണ് ഇവിടെ തുടങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കേരളം അത്രമേൽ ഭീകരാവസ്ഥ നേരിടുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, NSGക്ക് 5 യൂണിറ്റുകളാണ്, 5 ഹബ്ബുകൾ, യൂണിറ്റ് എന്നല്ല ഹബ്ബുകൾ എന്നാണ് പറയുക നമുക്കുള്ളത്. ഇപ്പോൾ നിലവിലുള്ള മുംബൈയിലുണ്ട്. നമുക്കറിയാം, മുംബൈയിൽ അതിഭീകരമായ ആക്രമണം നടന്നിട്ടുണ്ട്. കൊൽക്കത്തയിലുണ്ട്. കൊൽക്കത്ത ഒരു ബംഗാൾ ഒരു സംഘർഷബാധിത പ്രദേശമാണ്, അതിർത്തിയോട് ചേർന്നിട്ടാണ്. പിന്നെ ഹൈദരാബാദ് എക്കാലത്തും നൊട്ടോറിയസ് ആയിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ചെന്നൈ, തമിഴ് തീവ്രവാദം ഏറ്റവും ശക്തമായിരുന്ന സ്ഥലമാണ്. പിന്നെ ഗുജറാത്തിലെ ഗാന്ധിനഗർ. ഇങ്ങനെ 5 കേന്ദ്രങ്ങളാണ് NSGക്ക് നിലവിലുള്ളത്. അതിൻ്റെ കൂടെയാണ് പത്താൻകോട്. വീണ്ടും ഞാൻ പറയുന്നു, പാക് അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഇന്ത്യയുടെ വ്യോമസേന താവളം ആക്രമിക്കപ്പെട്ട പത്താൻകോട്. ഇൻ്റർനാഷണലി തന്നെ ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ ടാർഗറ്റായ അയോധ്യ, രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യ, പിന്നെ കേരളം. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, കേരളം എന്തുകൊണ്ട് കേരളം? നമ്മുടെ ലോക്നാഥ് ബെഹ്റ DGP ആയി ഒഴിഞ്ഞ ഉടനെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ ISൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഏറ്റവും സജീവമായിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ കേരളത്തിൽ പറഞ്ഞത് DGP, കേരളത്തിലെ പിണറായി വിജയൻ്റെ DGP ആയിരുന്ന, പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഇപ്പോഴും കൊച്ചി മെട്രോയുടെ MD ആയിരിക്കുന്ന ലോക്നാഥ് ബെഹ്റ. അപ്പോൾ എത്ര കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും? അപ്പോൾ സർക്കാരിനറിയാം, ലോക്നാഥ് ബെഹ്റയ്ക്ക് അറിയാമെങ്കിൽ പിണറായി വിജയൻ അറിയാം, അല്ലേ? അപ്പോൾ പിണറായി വിജയൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ലോക്നാഥ് ബെഹ്റ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ പിണറായി വിജയൻ അയാളെ കാലുമടക്കി ചവിട്ടി ഓടിച്ച്
സംസ്ഥാനത്ത് തിരിച്ച് തൻ്റെ നാട്ടിൽ പോകണമെന്ന് പറയായിരുന്നു, പറഞ്ഞില്ല, പോയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് അടുത്ത പൊസിഷൻ കൊടുത്തു, കൊച്ചി മെട്രോയുടെ MD ആക്കി. അപ്പോൾ ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട്. എന്തിന് കേരളത്തിലേക്ക് IS-ലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുള്ള തീവ്രവാദികളിൽ കേരളീയരുണ്ട്. സിറിയയിൽ പോയവരിൽ മലയാളികളായ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എന്തിന് ഇതൊക്കെ പറയുന്ന കേരള സ്റ്റോറി എന്നുള്ള സിനിമ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വലിയ കോലാഹലം ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ അടൂർ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ളതാണ് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്ര ഉണ്ടായിരുന്ന വെടിക്കോപ്പുകൾ. ഇങ്ങനെ കേരളം ഇസ്ലാമിക തീവ്രതയുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ മുഴുവൻ രാഷ്ട്രീയമായി അപഹസിക്കാൻ മുന്നിൽ നിന്ന് കേരളത്തിലെ CPM ആണ്. മുമ്പൊരിക്കൽ കേരളത്തിലേക്ക് ഏതാണ്ട് 50ഓളം ആളുകൾ ഈ IS-ലേക്ക് പോയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ തന്നെ അസംബ്ലി പറയുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു ശാന്തസുന്ദരമായ പ്രദേശമല്ല. VS വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് 2047 കേരളത്തിനെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നാണ് ചിലരുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രിയായിരിക്കും VS പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് വസ്തുത. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ പുറത്താണ്. ഇവിടം കാശ്മീരിൽ ഒതുങ്ങിയപ്പോൾ അങ്ങേയറ്റത്ത് ഒതുങ്ങിയപ്പോൾ ഇങ്ങേയറ്റം പതുക്കെ ആരംഭിക്കണം. ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് കേരളത്തിൽ റിയാലിറ്റിയാണ്. ഇതിനെ മൂടി വെക്കാൻ ആണ് ശ്രമം നടത്തുന്നത്. സ്കൂൾ നാടകത്തിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ തീവ്രവാദിയായിട്ട് വന്ന ഒരാൾ തീവ്രവാദികൾ കെട്ടുന്ന തലയെക്കെട്ട് കെട്ടിയതിൻ്റെ പേരിൽ വിവാദമുണ്ടായ നാടാണ്. ലോകത്തെവിടെയും ഇസ്ലാമിക തീവ്രവാദിയെ കാണുന്ന അതേ വേഷത്തിലാണ്. അതുപോലും കാണിക്കാൻ പറ്റില്ല കേരളത്തിൽ അതുപോലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നോക്കൂ, കോട്ടയത്തെ SP ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈരാറ്റുപേട്ടയിൽ സർക്കാരിൻ്റെ റവന്യൂ ഭൂമിയുണ്ട്. അവിടെ ആ സ്ഥലം മറ്റൊന്നിനും ഉപയോഗിക്കരുത്. അവിടെ ATSൻ്റെ ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഒരു ക്യാമ്പ് ഉണ്ടാക്കണമെന്ന് കോട്ടയം SP റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വിവാദം ഉണ്ടായി. SP-ക്കെതിരെ അവിടുത്തെ മുനിസിപ്പാലിറ്റി, കുപ്രസിദ്ധമായ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പ്രമേയം വരെ പാസാക്കി. രാഷ്ട്രീയക്കാരെല്ലാം എതിർത്തു. അപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക ഭീകരത അതിശക്തമാണ്. അത് വേണ്ട സമയത്ത് പൊട്ടിപ്പുറപ്പെടും. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ നമ്മൾ കണ്ടതാണ്. വടക്കേ മലബാറിലെ എത്രയോ സ്ഥലങ്ങളിലാണ് നായ്ക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചതും വാഴകൾ വെട്ടിക്കഴിഞ്ഞാൽ അതുകൂടാതെ ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ച നിറയിൽ ഒരുപാട് നായകൾ ചത്തു കിടക്കുന്നു കണ്ടു. മനുഷ്യനെ ഓടുന്ന വണ്ടിയിലിരുന്ന പട്ടിയെ വെട്ടുക, ഇത്തരം ട്രെയിനിങ് ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മനുഷ്യനെ എങ്ങനെ വെട്ടിക്കും. ഇപ്പോൾ നോക്കൂ, രഞ്ജിത്ത് ശ്രീനിവാസൻ ഉൾപ്പെടെ RSSൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അവരെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? ആളുകൾ വെട്ടിയും കുത്തിയും അല്ലേ അവർ കൊല്ലുന്നത്? കൂടം കൊണ്ട് തലക്കിടിക്കുക. കൂടം കൊണ്ടൊരു മനുഷ്യൻ്റെ തലക്കിടിച്ചാൽ അത് ചതഞ്ഞ് ചമ്മന്തി പോലെയായിപ്പോവും. ഇത്രയും വലിയ കാരണം ഉപയോഗിച്ച ആയുധം ഏതെന്ന് കണ്ടെത്താൻ പറ്റില്ല. കത്തി കൊണ്ട് മുറിച്ചാൽ പിന്നീട് തെളിവെടുക്കുമ്പോഴത്തേക്ക് ആ മുറിപ്പാടിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് തിരിച്ചറിയാം. കൂടത്തിനടിച്ചാൽ ചതഞ്ഞു പോകും. തലക്കെട്ട് ഒറ്റ അടിക്ക് കൂടത്തിനടിച്ചാൽ തലയില്ല. പിന്നെ ഏത് വെപ്പൺ ഉപയോഗിച്ചൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ വെപ്പൺമാർക്കും ഇതും കൂടെ ടാലിയാക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറേ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് ആളുകൾ തോക്ക് മാത്രം കയ്യിലേക്ക് കൊടുത്താൽ മതി കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ കോസ്റ്റൽ മേഖലയിലൊക്കെ അതീവ ജാഗ്രത കോസ്റ്റ് ഗാർഡൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം കടൽ തീരം വഴി ബോംബെ ആക്രമണത്തിന് വന്നത് കടൽ തീരം വഴിയാണ്. കേരളത്തിലേക്ക് ഈ ഉറങ്ങിക്കിടക്കുന്ന സെല്ലുകൾ ഉണർന്നാർ അവരുടെ കയ്യിൽ ആയുധവും എത്തിയാൽ ഒരു സംശയവും വേണ്ട, കാശ്മീരിൻ്റെ ആണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കേരളം ടെററിസ്റ്റ് കേരളമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരംഗീകരിച്ചില്ലെങ്കിലും അത് വസ്തുതയാണ്. അതിനെ ഉറപ്പിക്കുന്ന തരത്തിലാണ് NSGയുടെ ഒരു യൂണിറ്റ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. ഇത് ചെറിയൊരു സിംഗിൾ കോളം വാർത്തയാണ് നമ്മുടെ പത്രങ്ങളിൽ. എന്തുകൊണ്ട് NSGയുടെ ക്യാമ്പ് കേരളത്തിൽ ആരംഭിക്കുന്നു എന്ന് കേരളം ചർച്ച ചെയ്യണ്ടേ? പക്ഷേ നമ്മുടെ ഒരു ചാനലും ഇന്ന് അന്തിച്ചർച്ചയിൽ NSGയുടെ ഒരു ഹബ്ബ് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിക്കുന്നു എന്നത് ചർച്ച ചെയ്യത്തില്ല. കേരളം ശാന്തസുന്ദരം, സമാധാനത്തിൻ്റെ കേരളം എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാമോ കേരളത്തിൽ കേരളത്തിൽ എത്ര യൂണിറ്റുകൾ പുതുതായിട്ട് ആരംഭിച്ചു? IBക്ക് ഇപ്പോൾ കേരളത്തിലൊരു IG ഉണ്ട്. നമ്മുടെ പഴയ കോൺഗ്രസ് നേതാവൊക്കെ ആയിരുന്ന പ്രൊഫസർ ബാലേന്ദ്രൻ സാറിൻ്റെ മകൾ റാണിയാണ് കേരളത്തിലെ കേരളത്തിലെ IG. ഒരു IG-യുടെ കീഴിൽ IBക്ക് കട്ടപ്പനയിൽ യൂണിറ്റ് ഉണ്ട്, ഈരാറ്റുപേട്ടയിൽ IBക്ക് ഇപ്പോൾ യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ IB വരുന്നു? അതിൻ്റെ പിന്നാലെ NIA ഓൾറെഡി വന്നു കഴിഞ്ഞു. സൗത്ത് ഇന്ത്യയിലെ NIAയുടെ ഓപ്പറേഷൻസ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ ഇപ്പോൾ കാക്കനാട് കളമശ്ശേരിയിൽ സ്വന്തം നേരത്തെ കടവന്ത്ര ഗാന്ധിനഗർ ഗിരിനഗറിലായിരുന്നു NIA ഉണ്ടായിരുന്നെങ്കിൽ IB ഇപ്പോൾ സ്വന്തമായി 5 ഏക്കറിൽ ഒരു ലാൻഡ് വാങ്ങി അതിവിശാലമായ ഓഫീസ് സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസ് കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനം നടന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ചെന്നൈയാണ്. തമിഴ് പുലികളുമായി വേണ്ടി തമിഴ്നാടാണ്. അവിടെ ചെന്നൈയിലല്ല,
എന്തിന് നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ട് ബാംഗ്ലൂരല്ല, കേരളത്തിലാണ് NIA സൗത്ത് ഇന്ത്യയിലെ യൂണിറ്റ് ആരംഭിച്ചത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതുപോലെ മറ്റുള്ളവരെയൊക്കെ സംഖ്യയ്ക്ക് മുദ്ര കുത്തുകയാണ് കുറേ ആൾക്കാർ അല്ലേ? അല്ല, ഇത് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാലും നമ്മൾ സംഗീതം പറയാമെന്ന് പറയും. ഇപ്പോൾ കേരളത്തോട് കേന്ദ്ര സർക്കാരിനുള്ള വൈരാഗ്യം കൊണ്ട് NSG ഇവിടെ വരുന്നു എന്ന് പറയും. ഇപ്പോൾ ഇത് കണക്റ്റഡായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ NSA, ഞാൻ അബദ്ധവശാൽ പറഞ്ഞു പോയത് അല്ല, NSA ആയിട്ട് വീണ്ടും അജിത് ഡോവൽ കഴിഞ്ഞ ഒരു മാസത്തെ മുൻകാല പ്രാബല്യം കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും നിയമിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് റാങ്കാണ്. അപ്പോൾ അജിത് ഡോവലിൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള വളരെ ആസൂത്രിതവും വിജിലൻ്റായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം ഏതാണ്ടൊക്കെ അവസാനിപ്പിക്കാനും, ഏതാണ്ടല്ല ഓൾമോസ്റ്റ് അവസാനിപ്പിക്കാനും. ഇപ്പോൾ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് നേരെ ആക്രമണം നടന്നെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകൾ വലിയ തോതിൽ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോവാ. അപ്പോൾ ആളുകൾ വളരെ ധൈര്യം കിട്ടി, ആളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ആളുണ്ട്. അതെ, എക്സാക്ട്ലി, ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആളുണ്ട്, അല്ലാതെ ന്യൂനപക്ഷ തീവ്രവാദ ഭീകരതയുടെ കൂടെ നിൽക്കാനല്ല, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു സർക്കാരുണ്ട്, ഒരു ഭരണകൂടമുണ്ടെന്നുള്ള ബോധം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ NSA ആയി വീണ്ടും അജിത് ഡോവൽ വരുന്നു, കേരളത്തിൽ NSGയും വരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ അധികം താമസിക്കാതെ BSFും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ BSF എന്ന് പറഞ്ഞാൽ നമ്മൾ അതിർത്തി എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ്. പാകിസ്ഥാനോട് ചേർന്നിട്ടാണോ അതിർത്തിയുള്ളത്? അല്ല, കടലും നമ്മുടെ അതിർത്തിയാണ്. ഇപ്പോൾ ഓൾറെഡി തീരദേശ സംരക്ഷണത്തിനായിട്ട് കോസ്റ്റ് ഗാർഡ് ഉണ്ട്. പക്ഷേ നമ്മൾ കടൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രീലങ്ക നമ്മുടെ അതിർത്തി രാജ്യമാണ് അല്ലേ? മാലിദ്വീപ് നമ്മുടെ അതിർത്തി രാജ്യമാണ്. ഇവിടെ രണ്ടിടത്തും ചൈനീസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ BSFന് BSF വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിലൊക്കെ ബംഗാളിലൊക്കെ മമത അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. BSF വന്നു കഴിഞ്ഞാൽ BSFന് അതിർത്തി പ്രദേശത്ത് നിന്ന്, അതായത് ബോർഡർ ലൈനിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമായിരുന്നു ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ 50 കിലോമീറ്റർ ആക്കി. എന്നാൽ അതിർത്തി മുതൽ 50 കിലോമീറ്റർ വരെ BSFൻ്റെ അധികാരത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, BSFന് എവിടെ വേണമെങ്കിലും ഈ 50 കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും റെയ്ഡ് നടത്താം, ആരെയും അറസ്റ്റ് ചെയ്യാം. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം വേണ്ട. അപ്പോൾ അത് ബംഗാളിൽ മമത നേരിടുന്നൊരു പ്രശ്നമാണ്. കാരണം ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടൊരു കാര്യമില്ല. കാരണം 50 കിലോമീറ്റർ BSFൻ്റെ കീഴിലാണ്. എവിടെ കയറിയും റെയ്ഡ് ചെയ്യാനും ആരെ അറസ്റ്റ് ചെയ്യാനും BSFന് അധികാരം വരും. ഒരു പക്ഷേ അധികം താമസിയാതെ ചിലപ്പോൾ ഈ പോക്കാണ് കേരളത്തിൽ തുടരുന്നതെങ്കിൽ, ഇപ്പം നമ്മുടെ ഇവിടെ ITBP മൂർനാടുണ്ട്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? BSFൻ്റെ ഒരു ക്യാമ്പ് ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ഏതോ ഒരു ഭാഗത്ത് BSFൻ്റെ ഒരു പ്ലാറ്റൂൺ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അതിർത്തികളിലൂടെ BSF വരുന്ന കാലം ദൂരത്തൊന്നുമല്ല, അതിവിദൂരമൊന്നുമല്ല. അങ്ങനെ വന്നാൽ അപ്പോഴും നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നോ പൂന്തറ നിന്നോ 50 കിലോമീറ്റർ പരിധി BSFൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരും. വീണ്ടും മറ്റവർക്കൊരു ഭീഷണി തന്നെയാണ്. അവല്ല ആർക്കാ BSF വന്ന ഭീഷണിയാണ്. അപ്പോൾ കേരളം ഈ പറയുന്ന പോലെ ഒന്നുമല്ല. കേരളം ഒരു വലിയ തീവ്രവാദ കേന്ദ്രമായി, കാശ്മീരിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ കടന്നു വന്ന ബംഗ്ലാദേശി ഭീകരരും അടക്കമുള്ള റോഹിംഗ്യൻസ് പോലും ആണ് മഹാഭൂരിപക്ഷം. അവരൊക്കെ വന്നടിയുന്ന ഒരു ഹബ്ബായി കേരളം മാറിയിരിക്കുമ്പോഴാണ് NSGയുടെ ഹബ്ബ് കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയെ നമ്മൾ സമീപിക്കേണ്ടത് കേരളം എത്ര വലിയ സുരക്ഷാ ഭീഷണിയുടെ നടുവിലാണ് കഴിയുന്നതെന്ന് കേന്ദ്രം ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ ബോംബുകൾ പൊട്ടുകയും തോക്കുകൾ ശബ്ദിക്കുകയും ചെയ്യുന്ന കാലം വരെ നമ്മൾ അറിയില്ല. പക്ഷേ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ അതുവരെ ഇവിടെ തീവ്രവാദ ആക്രമണം നടന്ന് ഇവിടെ മനുഷ്യൻ കൊല്ലപ്പെടുന്നവരെ കാത്തിരിക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് NSGയുടെ ഹബ്ബ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. സന്തോഷകരമാണ് നമുക്ക് ആ വാർത്ത. പക്ഷേ ഒട്ടും ആശ്വാസം നൽകുന്നതല്ല. കാരണം അത്ര വലിയ ഭീഷണി നമുക്ക് ചുറ്റുമുണ്ടെന്ന് വീണ്ടും ഉറപ്പിക്കുന്ന നടപടി കൂടിയാണിത്.